നമസ്കാരം. 2005 P.A. ഷാഹിർ തിരക്കഥയെഴുതി അൻവർ റഷീദിന്റെ ആദ്യത്തെ സ്വതന്ത്ര സംവിധാന ചിത്രമായി ഇറങ്ങിയ സൂപ്പർ ഹിറ്റ് ആക്ഷൻ കോമഡി മൂവിയായിരുന്നു രാജമാണിക്യം. രാജരത്നം പിള്ള എന്ന ബിസിനസ്സുകാരന്റെ സ്വത്തുക്കളുടെ പേരിൽ മക്കൾ തമ്മിൽ നടക്കുന്ന അവകാശ തർക്കവും അതിനിടയിലേക്ക് മരിക്കുന്നതിന് മുമ്പ് അച്ഛൻ ആ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ച ബെല്ലാരി രാജ എന്ന പോത്ത് കച്ചവടക്കാരൻ എത്തുന്നതും എന്നാൽ യഥാർത്ഥത്തിൽ ഈ വന്നയാൾ ആരാണെന്ന് അറിഞ്ഞതിനു ശേഷം നടക്കുന്ന സംഭവ വികാസങ്ങളുമെല്ലാം ഒരു കോമഡി ആക്ഷൻ സെന്റിമെന്റൽ മോഡിലൂടെയെല്ലാം പറഞ്ഞു പോകുന്ന ഈ ചിത്രത്തിൽ തിരുവനന്തപുരം ഭാഷ സംസാരിക്കുന്ന ബെല്ലാരി രാജയായി മമ്മൂട്ടി തകർത്ത് അഭിനയിക്കുകയായിരുന്നു. മമ്മൂട്ടിയുടെ ഓരോ ഡയലോഗുകളും പ്രേക്ഷകർ എന്നും ഓർത്തുവെക്കും വിധം അത്രക്ക് രസകരമായിരുന്നു. കൂടാതെ ക്ലൈമാക്സ് രംഗങ്ങളിലെ സെന്റിമെന്റൽ ഡയലോഗുകൾ മമ്മൂട്ടി എന്ന മഹാനടന്റെ അഭിനയ മികവും ഡബ്ബിംഗിലെ പെർഫെക്ഷനും എത്രത്തോളം മികച്ചതാണെന്ന് വീണ്ടും വീണ്ടും അദ്ദേഹം തെളിയിക്കുകയായിരുന്നു. കൂടാതെ ഏറെ കാലത്തിന് ശേഷം മലയാളത്തിലേക്ക് ഗംഭീര തിരിച്ചുവരവുമായി റഹ്മാനും ബെല്ലാരി രാജയുടെ വിശ്വസ്തനായ വലങ്കയായ കിൻഡൽ വർക്കിച്ചനായി ഭീമൻ രഘുവും വളരെ മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. രാജരത്നം പിള്ളയായി സായ്കുമാറും അദ്ദേഹത്തിന്റെ മക്കളായി മനോജ് കെ ജയനും സിന്ധു മേനോനും ഇവരുടെ അമ്മയായി ചിത്ര ഷെണോയും വില്ലൻ വേഷത്തിൽ തകർത്ത് അഭിനയിച്ച രഞ്ജിത്തും കൂടാതെ സലീം കുമാർ, കൊച്ചിൻ അനീഫ, സുരേഷ് കൃഷ്ണ, പത്മപ്രിയ, അബു സലീം, ബാബുരാജ്, മണിയംപിള്ള രാജു തുടങ്ങി മികച്ചൊരു താരനിര തന്നെ അണിനിരന്ന ഈ ചിത്രം ആ സമയത്ത് ഇറങ്ങിയ ഏറ്റവും കളക്ഷൻ നേടിയ ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവിയായിരുന്നു.